ഇന്ന് ശങ്കരദാസിന്റെ തറവാട്ടിൽ വരലക്ഷ്മി പൂജയ്ക്കൊന്നും പോകണ്ടല്ലോ പണിക്കാരിക്ക്. മനസ്സുറപ്പോടെ നിന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി വിരിക്കുക. നിന്റെ സൂത്രവിദ്യകളൊന്നും പ്രയോഗിച്ചേക്കരുത്. മുയലിറച്ചി കാണാതായതുപോലെ ഒടുവിൽ ഈ വസ്ത്രങ്ങൾ അപ്രത്യക്ഷമാവരുത്. നീ എന്താ മോനെ നോക്കി നിൽക്കുന്നത്? ഇവളോട് ഇതെല്ലാം അലക്കാൻ പറ. വ്രതം നോക്കാൻ ഒഴിഞ്ഞു വയറുമായി നിൽക്കുന്ന നിനക്ക് നല്ല വിശപ്പ് ക്ഷീണവും കാണും. ഈ കടുത്ത പണി കൂടിയാവുമ്പോ ക്ഷീണവും വിശപ്പും 10 മടങ്ങ് അധികരിക്കുമല്ലോ. അതിനനുസരിച്ച് നിനക്ക് കിട്ടാൻ പോകുന്ന പുണ്യവും അധികരിക്കും. പണി ആരംഭിച്ചോ? പറഞ്ഞതെല്ലാം കേട്ടല്ലോ. വാ മോളെ. ശിവനെ, തൃക്കടയൂരപ്പ, അങ്ങിത് കാണുന്നില്ലേ? പാർവതി ദേവി, അവിടുന്ന് ഇത് കാണുന്നില്ലേ? ദേവ, മീനാക്ഷിയെ തറവാട്ടുകാർ വല്ലാതെ പീഡിപ്പിക്കുകയാണല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ ദേവ? മീനാക്ഷി നമ്മെ മാത്രമല്ല, ജഗദംബികയായ ദേവിയെയും പൂജിച്ചാരാധിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ ജോലിഭാരം ലഘൂകരിക്കാൻ വേണ്ടത് ദേവി തന്നെ സദയം ചെയ്താലും. മീനാക്ഷിയുടെ അവസ്ഥയിൽ നമുക്ക് വല്ലാതെ സഹതാപം തോന്നുന്നു. ഉടനെ തന്നെ മീനാക്ഷിയെ രക്ഷിക്കണം. ഒരു ബാലികയായി ഭൂമിയിൽ അവതരിച്ച് മീനാക്ഷിയെ രക്ഷിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഭക്തരുടെ ദൂതനും ദാസനുമൊക്കെയായി നാം എത്രയോ വേഷങ്ങൾ ധരിച്ചിരിക്കുന്നു. ബാലികാരൂപം ധരിച്ച് ദേവിയുടെ കർമ്മം ദേവി നിർവഹിച്ചാലും. ഭഗവാനെ, കൈലാസനാഥ, കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ഭഗവാനെ, അവിടുത്തെ സന്നിധിയിൽ പാലഭിഷേകം നേർച്ച വിഘ്നങ്ങളൊന്നും കൂടാതെ അവിടുന്ന് നടത്തിയല്ലോ. നന്ദിയുണ്ട് ദേവ. മണിമേഖലേ, ആ മീനാക്ഷി ഇവിടെ നിന്ന് ഭക്തിയോടെ അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാണാനാണോ നീ ഞങ്ങളിവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല, നമ്മൾ മീനാക്ഷിയെ തറപറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ ഹീനപ്രവൃത്തികൾ ചെയ്തിട്ടും അതൊന്നും അവളിൽ ഒരു തരിമ്പ് പോലും സ്പർശിക്കുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ക്ഷേത്രത്തിൽ നടന്ന അഭിഷേകം മുടക്കാൻ നമ്മൾ ശ്രമിച്ചതിൽ പരാജയപ്പെട്ടത്. അതെ, എനിക്ക് ഉറപ്പാണ്. മീനാക്ഷിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പദ്ധതിയിൽ വിജയിക്കുമായിരുന്നു. നീ എന്താ മോളെ ഈ പറഞ്ഞു വരുന്നത്? നമ്മുടെ പദ്ധതികളെല്ലാം പരാജയപ്പെടുത്തി മീനാക്ഷിയെ സഹായിക്കാൻ അവളോടൊപ്പം ഒരു ശക്തിയുണ്ട്. അതെനിക്ക് ഉറപ്പാ. അങ്ങനെ ഒരു ശക്തി മീനാക്ഷിയെ തുണയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരെയാണ് നമ്മൾ കാണേണ്ടതും പരാജയപ്പെടുത്തേണ്ടതും.
അവസാനം അവളെ സഹായിക്കാൻ അവതരിച്ച ആ വ്യക്തി ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം. ചേച്ചി ഒരു ശിവഭക്തയാണല്ലേ? അതെ, എന്താ? അല്ല, സാക്ഷാൽ മഹാദേവന്റെ ചൈതന്യവും അനുഗ്രഹവും ചേച്ചിയിൽ നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ ആള് കൊള്ളാലോ. ചേച്ചിയെ പോലെ തന്നെ ഒരു വലിയ ശിവഭക്തയാണ് ഞാൻ. ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് ഞാൻ നിത്യവും കാണാറുണ്ട്. ചേച്ചിയുടെ പ്രാർത്ഥന പോലെ തന്നെ ഭഗവാൻ ചേച്ചിയോടൊപ്പം ഒരു സഹായിയായി, ചേച്ചിയുടെ രക്ഷകനായി എപ്പോഴും കൂടെ ഉണ്ടാകും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അയ്യോ, നേരെ ഒരുപാട് വൈകി. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. എന്താ മണിമേഖല ചേച്ചി, വളരെ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അമ്മായിയും നീയും പച്ചൈമാൽ ചേട്ടനും കൂടി ചേർന്ന് മീനാക്ഷിക്ക് കൊടുത്ത പണിയേ, അത് നന്നായി. അവളുടെ വ്രതാനുഷ്ഠാനം ഇന്നോടെ തീർന്നിരിക്കും. ഒരിക്കൽ ഊണ് കഴിക്കുന്നവൾക്ക് ഇത്രയും ശ്രമകരമായ പണി വെറും വയറോടെ നിന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിന് ഞാനൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അതെന്താ? അടുക്കളയിൽ ഒരു പാത്രം നിറയെ പഴഞ്ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. മീനാക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടത്തക്ക വിധം. വിശന്ന് പൊരിയുമ്പോൾ അവൾ താനെ പഴഞ്ചോറെടുത്ത് കഴിച്ചോളും. കൊള്ളാം. പഴഞ്ചോറ് കഴിച്ചിട്ടുള്ള വ്രതം നോക്കലിന് കാൽ പണത്തിന്റെ പുണ്യം പോലും കിട്ടാൻ പോകുന്നില്ല. നിന്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു ശിവകാമി. ഇത് ഞാൻ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കുട്ടിയല്ലേ? കുട്ടി, എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അന്ന് ഞാൻ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എന്താ കുട്ടിയുടെ പേര്? നീ എവിടെ താമസിക്കുന്നത്? നിന്റെ മാതാപിതാക്കൾ ആരാ? എന്താ കുട്ടി ഒരു വിഷമം? ചേച്ചി, എന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് സ്വന്തമായി ഭവനമില്ല. മാതാപിതാക്കൾ ആരെന്ന് അറിയില്ല. അനാഥയാണോ? അതെ. അപ്പോ നീ എവിടെ താമസിക്കുന്നത്? ക്ഷേത്രങ്ങളിലും വഴിയോരങ്ങളിലുള്ള സത്രങ്ങളിലുമാ ഞാൻ താമസിക്കുന്നത്.
എല്ലാരും എന്നെ വിളിക്കുന്നത് സുന്ദരിക്കുട്ടിന്നാ. അതാ എന്റെ പേര്. എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. വസ്ത്രം അലക്കാനും അടുക്കള ജോലി ചെയ്യാനും പുറം പണി ചെയ്യാനുമൊക്കെ എനിക്ക് നന്നായി അറിയാം ചേച്ചി. ഞാൻ പോട്ടെ ചേച്ചി. മോളെ, ആ? നീ എന്നോടൊപ്പം പോരുന്നോ? ഭർത്താവിന്റെ തറവാട്ടിൽ പിടിപ്പത് പണിയുണ്ട് എനിക്ക്. എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നാൽ മതി എനിക്ക്. എന്താ, പോരുന്നോ? നിന്നെ കണ്ടാൽ അനാഥയാണെന്ന് തോന്നുന്നില്ല. ഏതോ ഉന്നത കുലത്തിൽ പിറന്ന കുട്ടിയാണെന്നേ തോന്നൂ. ഞാനും ചേച്ചിയെ പോലെ ശിവഭക്തയാണ്. എല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം. വാ, തൊഴുത്തിലെ പണികളൊക്കെ തീർത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം. വാ. ഇതേതാ ഈ കുട്ടി? ഏതോ അനാഥക്കുട്ടിയാ. എന്നെ സഹായിക്കാനായി വന്നു. അനാഥക്കുട്ടിയാണെന്ന് കണ്ടാ പറയില്ല. നല്ല തറവാടിത്വം ചൈതന്യവും. ഇവളിവിടെ നിന്നോട്ടെ. ഈ തറവാടിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അതെ, ഞാൻ എല്ലാ ജോലിയും ചെയ്യും. തറവാടിന് മുതൽക്കൂട്ടോ? എന്തെന്നോ ഏതെന്നോ അറിയാത്ത ഒരു അനാഥ പെൺകുട്ടിയെ തറവാട്ട് കയറ്റി പാർപ്പിക്കാനോ? അതൊന്നും ഇവിടെ നടക്കില്ല. എന്താ അമ്മായി? അതെ, കണ്ണി കണ്ട പെണ്ണുങ്ങളെ ഒന്നും ഇവിടെ പിടിച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കൂട്ടങ്ങളല്ലേ. ചിലപ്പോ വിലപ്പെട്ട വല്ലതും മോഷ്ടിച്ച് കടന്നു കളഞ്ഞാലോ? വേണ്ട, നീ നിന്റെ വഴിക്ക് പൊയ്ക്കോ കൊച്ചേ. എന്താ അമ്മായി? എന്താ ഒരു ഭാവമാറ്റം? ഈ കുട്ടി ഇവിടെ നിന്നോട്ടെ. ഇവളിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ഞാൻ കാണുന്നു. ഇവള് ഇവിടെ നിൽക്കേണ്ടവളാണ്. വരൂ. അമ്മ എന്തായി കാണിക്കുന്നേ? അമ്മയല്ലേ അല്പം മുമ്പ് അവള് തെണ്ടി പെണ്ണാണെന്നും ഇറങ്ങി പോവാനും ഒക്കെ പറഞ്ഞത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. അമ്മേ, അമ്മേ,
പെൺകുട്ടിയെ തറവാട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്? അമ്മയുടെ ഒത്താശ ഉള്ളതുകൊണ്ടാ ഞാൻ ആ ശകുനത്തിന് തല്ലി പുറത്താക്കാത്തത്. എന്തിനാ അമ്മ അവളെ ഇവിടെ വാഴിക്കുന്നത്? അത് പിന്നെ മോളെ, ആ കുട്ടി പഞ്ചപാവമാണ്. മറ്റു കുട്ടികളിലില്ലാത്ത എന്തോ ചില പ്രത്യേകതകൾ ആ കുട്ടിയിലുണ്ട്. അവളെ പുറത്താക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല മോളെ. മനസ്സനുവദിക്കുന്നില്ലെന്നോ? ഇല്ല, മനസ്സനുവദിക്കുന്നില്ല മോളെ. അവളെ പുറത്താക്കാൻ സാധ്യമല്ല. അമ്മേ, എല്ലാറ്റിനും എന്നോടൊപ്പം നിൽക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അമ്മ ആ തെണ്ടി പെണ്ണിന്റെ കാര്യത്തിൽ മാത്രം പക്ഷം മാറുന്നതെന്തേ? ഞാൻ കാണാത്ത എന്ത് പ്രത്യേകതയാണ് അമ്മ അവളിൽ കാണുന്നതെന്ന് എനിക്ക് അറിയണം. എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത്? ആ വന്ന് ഒട്ടിച്ചേർന്ന പെണ്ണിനെ കുറിച്ച് ഓർത്താണോ അമ്മ വിഷമിക്കുന്നത്? അതേ മകളെ, ശിവാനിയെ കുറിച്ച് നീ ഓർക്കുന്നു? വസൂരി രോഗം വന്ന് മരണപ്പെട്ട 5 വയസ്സുള്ള നിന്റെ പൊന്നനുജത്തി ശിവാനി. അവളുടെ മുഖം ഞാൻ ഓർത്തുപോയി. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ ആദ്യമായി നോക്കിയപ്പോ മരിച്ചുപോയ ശിവാനിയുടെ മുഖം ഞാൻ അവളിൽ കണ്ടു മകളെ. അവൾ വന്നൊട്ടിയ പെണ്ണല്ല, ഞാൻ നൊന്തു പ്രസവിച്ച ശിവാനിയാണ്. അവളെ പുറത്താക്കാൻ പെറ്റമ്മയ്ക്ക് മനസ്സനുവദിക്കൂ? ഏകോദര സഹോദരങ്ങളായ നിങ്ങൾക്ക് മനസ്സനുവദിക്കൂ? അനുവദിക്കൂ മകളെ? ശിവാനിയോ? 5 വയസ്സുള്ള ശിവാനിയുടെ മുഖം ഞാൻ നന്നായി ഓർക്കുന്നു. ഇവളുടെ മുഖച്ചായ്ക്ക് ശിവാനിയുമായി പുലബന്ധം പോലും ഇല്ല. അമ്മയ്ക്ക് ഭ്രാന്താണ്. പുകച്ച് പുറത്ത് ചടിച്ചിരിക്കും ഞാൻ അവിടെ. ആ ബാലികയ്ക്ക് മരിച്ചുപോയ ശിവാനിയുടെ മുഖഛായയുണ്ടെന്ന ദൗർബല്യത്തിന് അമ്മായി വഴങ്ങാൻ പാടില്ല. ആ വിശ്വാസം അമ്മായിയിൽ അടിയുറച്ചു പോയ പിന്നെ അമ്മായിയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാരം. അതും ഞാൻ മനസ്സിലാക്കുന്നു. ആ ബാലികയ്ക്കുള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് പറയാം. എന്താണ്? അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പണി അവൾ ചെയ്യുന്നുണ്ട്. അത് മീനാക്ഷിയുടെ ജോലിഭാരത്തെ വല്ലാതെ ലഘൂകരിക്കുന്നുണ്ട്. അതുണ്ടാകരുത്. മീനാക്ഷിക്ക് വിശ്രമിക്കാൻ തെല്ലിട പോലും സമയം കിട്ടരുത്. അതാണ് എന്റെ ലക്ഷ്യം. അതിന് ആ ബാലികയെ പുറത്താക്കിയിരിക്കണം. അത്രയല്ലേ ഉള്ളൂ? അതെ. ആ ദൗത്യവും ഞാൻ ഏറ്റെടുക്കുന്നു. മീനാക്ഷി, മീനാക്ഷി, പിച്ചു തണ്ട് കിടക്കുന്ന കൂട്ടങ്ങളൊക്കെ ഈ തറവാട്ട് കയറ്റി പാർപ്പിക്കാനാണോ നിന്റെ ഭാവം? പച്ചമാലിന്റെ തറവാടെന്താ ധർമ്മസത്രമാണോ? ആരാണവൾ? ആരോരും ഇല്ലാത്ത ഒരു അനാഥ, പച്ച പാവം. ജോലിയിൽ എന്നെ നന്നായി സഹായിക്കുന്നുണ്ട്. ഒരു പണവും പ്രതിഫലം കൊടുക്കണ്ട. വിശപ്പാറ്റാനുള്ള അന്നം മാത്രം കൊടുത്താൽ മതി. ഓ, എങ്കിൽ നിന്റെ തറവാട്ടി നിന്റെ അച്ഛൻ ശങ്കരദാസ് ഒറ്റയ്ക്കാണല്ലോ. അവളെ അങ്ങോട്ട് അയച്ചേക്ക്. ആ കിളവനൊരു കൈത്താങ്ങാവട്ടെ. എന്റെ അച്ഛന് കൈത്താങ്ങാവാൻ തൃക്കടയിലൊപ്പനുണ്ട്. അച്ഛനെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിക്കാൻ മനുഷ്യത്വം ഇല്ലാത്ത ആരും അവിടെയില്ല. ഇവിടെ അങ്ങനെയുള്ളവർ ഒന്നിലധികം ഉള്ളപ്പോ എനിക്ക് കൈത്താങ്ങാവാനാ ആ കുട്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കൈത്താങ്ങ് ഈ തറവാട്ടിലെ വേലക്കാരിക്ക് അനുവദനീയമല്ല. ആ പീറ പെണ്ണെ തറവാട്ടി കണ്ടുപോകരുത്. ഇന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം. ഭഗവാനെ, ശ്രീ പരമേശ്വര, അവൾ വന്നതിന് ശേഷം ആശ്വാസ പെരുമഴയായിരുന്നു മീനാക്ഷിക്ക്. അവൾ ഒന്ന് തലോടിയാ മതി. വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ വിട്ടകലാൻ അവളുടെ ഒരു പുഞ്ചിരി മതി. ഒരു സന്തതിയില്ലാത്ത ദുഃഖം ശമിപ്പിക്കാൻ. ഭഗവാനെ, നീലകണ്ഠ, ഗംഗാധര, അവളെയെങ്കിലും പിരിക്കാൻ അനുവദിക്കരുതേ.
മീനാക്ഷിയുടെ മായാജാലത്തിന്റെ എത്രയോ കഥകൾ ഇതിനകം ഞാൻ കേട്ട് കഴിഞ്ഞു. ഇപ്പൊ വന്നു കയറിയിരിക്കുന്ന ബാലികയും അവളുടെ മായാജാലത്തിന്റെ സന്തതിയാണ്. അവളെ നിർബന്ധമായും പുറത്താക്കിയിരിക്കണം ശിവകാമി. എന്ത് ചെയ്യാൻ? അത് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. ആ ബാലികയ്ക്ക് മരിച്ചുപോയ ശിവാനിയുടെ മുഖഛായ ഉണ്ടത്രേ. കൊള്ളാം, അമ്മയുടെ കണ്ടുപിടുത്തം. മരിച്ചുപോയ ശിവാനിയുടെ മുഖം എത്രയോ തവണ ഞാനും കണ്ടിട്ടുള്ളതാ. ശിവാനിയുടെ മുഖഛായുമായി ഒരു സാമ്യവും ഈ ബാലികയ്ക്ക് ഇല്ലേ ഇല്ല. എന്താ ശിവകാമി ആലോചിക്കുന്നത്? അഴകേശൻ ജ്യേഷ്ഠൻ പറഞ്ഞതാണ് സത്യം. ബാലികയ്ക്ക് ശിവാനിയുടെ മുഖഛായ ഉണ്ടെന്ന് ഏതോ ഒരു ശക്തി അമ്മയെ തോന്നിപ്പിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മീനാക്ഷിയുടെ മായാജാല ശക്തി തന്നെയാണ് അമ്മായി അങ്ങനെ തോന്നിപ്പിക്കുന്നത്. ആ തോന്നലിലൂടെ അമ്മയും മകളും എന്നൊരു കെട്ടുപാട് ആ ബാലികയുമായി അമ്മായിക്ക് ഉണ്ടായാൽ അത് ആപത്താണ്. ബാലികയെ പുറത്താക്കാൻ കഴിയാതെ വരും. ആ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ബാലികയെ പുറത്താക്കിയിരിക്കണം.